റഹീസ് ചേരുന്നു നമുക്കപ്പം. റഹീസ, ഇപ്പോൾ ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് സിൻഡിക്കേറ്റ് പിരിച്ചുവിടാനാണോ? കളിച്ച് സിൻഡിക്കേറ്റ് തന്നെ പിരിച്ചുവിടാനാണോ ഇപ്പോൾ നിയമോപദേശം? അരുൺ, വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് രാജ്ഭവൻ കടക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഡോക്ടർ സിസ തോമസിന്റെ റിപ്പോർട്ടിന്മേൽ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന നിയമോപദേശം രാവിലെ തന്നെ ഗവർണർ രാജ്ഭവനിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശ്രീകുമാറിനോടും ഹൈക്കോടതിയിലെ പ്രഗത്ഭരായ മറ്റു അഭിഭാഷകരോടും നിയമോപദേശം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചുള്ള നിയമോപദേശം അല്പസമയം മുമ്പാണ് രാജ്ഭവന് കിട്ടിയത്. ആ നിയമോപദേശത്തിൽ സ്വകാര്യ അഭിഭാഷകരും രാജ്ഭവൻ അഭിഭാഷകരും പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് പിരിച്ചുവിടാനുള്ള അധികാരം വിടുന്ന തരത്തിലുള്ള ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് ഗവർണർക്ക് വേണമെങ്കിൽ ഈ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മുഴുവനായി പിരിച്ചുവിടാം, അതിനുള്ള അധികാരം ഗവർണർക്ക് നിയമങ്ങൾ നൽകുന്നുണ്ട് എന്ന നിയമോപദേശമാണ് നൽകിയത്. അത്ര കടുത്തൊരു തീരുമാനത്തിലേക്ക് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പോകുമോ എന്നത് മാത്രമാണ് ഇനി അക്കാര്യത്തിൽ അറിയേണ്ടത്. ഒപ്പം പ്രധാനപ്പെട്ട മറ്റു 2 തീരുമാനങ്ങൾ കൂടി രാജ്ഭവൻ എടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം VC മോഹനൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്ത ഇന്നലെ സിൻഡിക്കേറ്റ് ആ സസ്പെൻഷൻ റദ്ദാക്കിയ രജിസ്ട്രാർ KS അനിൽകുമാറിനെ വീണ്ടും സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം രാജ്ഭവൻ എടുത്തിട്ടുണ്ട്. അതിൽ രാജ്ഭവൻ KS അനിൽകുമാറിനെതിരെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, VC സസ്പെൻഡ് ചെയ്താൽ VCയുടെ അനുമതിയില്ലാതെ സിൻഡിക്കേറ്റ് സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് പറഞ്ഞ് ഞായറാഴ്ച ഓഫീസിൽ വന്ന് ചുമതലയെടുത്തു. ഇന്ന് വീണ്ടും VCയുടെ രജിസ്ട്രാറുടെ ഒഫീഷ്യൽ വാഹനം ഉപയോഗിച്ച് വീണ്ടും ഇന്ന് ഓഫീസിൽ വന്നു, കേരള സർവകലാശാലയിൽ വന്നു. ഇത് അംഗീകരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സസ്പെൻഷനിലേക്ക് പോകണം എന്ന നിലപാട് VC രാജ്ഭവൻ എടുക്കുന്നു. മറ്റൊന്ന്, ജോയിന്റ് രജിസ്ട്രാറുടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ P ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനവും രാജ്ഭവൻ എടുത്തിട്ടുണ്ട്. VC വഴിയായിരിക്കും ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കുക. ജോയിന്റ് രജിസ്ട്രാറുടെ ചുമതല VC മോഹനൻ കുന്നുമ്മൽ നൽകിയതാണ്. പക്ഷേ ആ സിൻഡിക്കേറ്റ് തീരുമാനത്തിന്റെ പിന്നാലെ ആ തീരുമാനം അട്ടിമറിച്ച് ജോയിന്റ് രജിസ്ട്രാറുടെ ചുമതല KS അനിൽകുമാറിന് തിരികെ കൊടുത്തു. അത് VC അറിയാതെയാണ് തിരികെ കൊടുത്തത് എന്നും കൂടിയാണ് പറയുന്നത്. അതായത് ഈ VCയും രജിസ്ട്രാറും സർക്കാരും അല്ലെങ്കിൽ സിൻഡിക്കേറ്റും തമ്മിലുള്ള ഒരു പോരാട്ടം മറ്റൊരു തരത്തിലേക്ക് പോകും. ഒരു പക്ഷേ നിയമോപദേശം റഷീദ്, അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ നീക്കമായിരിക്കുമല്ലോ. കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടുക. സിൻഡിക്കേറ്റ് കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. ആ സിൻഡിക്കേറ്റിൽ ഇടതുപക്ഷത്തെയും ഒപ്പം തന്നെ കോൺഗ്രസിലെയും BJPയിലെയും ഒക്കെ പ്രതിനിധികളുണ്ട്. BJPയിലെ 2 അംഗങ്ങളാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സിൻഡിക്കേറ്റ് പിരിച്ചുവിടാൻ ഗവർണർ നീക്കം നടത്തുകയാണെങ്കിൽ അത് വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കില്ലേ? ഇപ്പോൾ ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഇത്രയും വലിയ വിവാദം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഗവർണർ അങ്ങനെ തീരുമാനിച്ച് തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ സർക്കാർ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോവില്ലേ? സ്വാഭാവികമായും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഗവർണർ പോവുകയാണെങ്കിൽ സംസ്ഥാനത്ത് തന്നെ വലിയ കോളിളക്കം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാവും. സ്വാഭാവികമായും രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കാൻ ഭരണപക്ഷം മാത്രമല്ല ഒരുപക്ഷെ പ്രതിപക്ഷം കൂടി രംഗത്ത് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അംഗങ്ങൾ കൂടി സിൻഡിക്കേറ്റിലുള്ള ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു പോരാട്ടത്തിലേക്ക് പോകേണ്ടി വരും. പക്ഷെ അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഗവർണർ പോകുമോ ഇല്ലയോ എന്നതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഗവർണർ നിലവിൽ തിരുവനന്തപുരത്തില്ല. അല്പസമയത്തിനകമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുക. അതിനുശേഷം ഇന്ന് വൈകിട്ട് തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമോ, അതല്ല നാളെയാണോ അക്കാര്യത്തിൽ തീരുമാനം എടുക്കുക എന്നത് മാത്രമാണ് അറിയാനുള്ളത്. പക്ഷേ അരുൺകുമാർ പറഞ്ഞതുപോലെ ഒരു നിയമോപദേശം കിട്ടി എന്നത് മാത്രം വെച്ച് അത്ര കടുത്ത തീരുമാനത്തിലേക്ക് ഗവർണർ പോകുമോ? അങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടതൊന്നുമായിരിക്കില്ല. സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ പോക്ക് അങ്ങനെ ആയിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നത് ഗവർണർക്ക് തീരുമാനിക്കാം. പക്ഷേ ഗവർണർക്ക് മുമ്പിലുള്ള നിയമോപദേശം കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് പിരിച്ചുവിടാനുള്ള എല്ലാ അധികാരവും ചാൻസലറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് ഉണ്ട് എന്നതാണ്.
ഓക്കെ, എന്തായാലും അത് വല്ലാത്തൊരു തീരുമാനമായിരിക്കും. അങ്ങനെ ആ നിയമോപദേശം സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രാജേന്ദ്ര അർലേക്കറിനെ പോലെയുള്ള ഗവർണർക്ക് അറിയാം അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് ചെറുതായിരിക്കില്ലല്ലോ. ഇപ്പോൾ വീണ്ടും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ താൽക്കാലിക VC ഇപ്പോൾ കോടതിയിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്ന നമ്മളുടെ രജിസ്ട്രാർക്കെതിരെ വീണ്ടും നടപടിയായിട്ട് വരുമോ, വീണ്ടും രജിസ്ട്രാർക്കെതിരെ സസ്പെൻഷൻ വരുമോ എന്നുള്ളതാണ്. അപ്പോൾ സസ്പെൻഷൻ, സിൻഡിക്കേറ്റ് റദ്ദാക്കൽ, വീണ്ടും സസ്പെൻഷൻ, വീണ്ടും സിൻഡിക്കേറ്റ് റദ്ദാക്കൽ, ഒടുവിൽ സിൻഡിക്കേറ്റിനെ തന്നെ പിരിച്ചുവിടാൻ ഗവർണറുടെ തീരുമാനം. ഇതെന്തോന്നടേ എന്നാണ് നമുക്കൊക്കെ ചോദിക്കാനുള്ളത്.